എന്താ കാറുകാരൻ ചെയ്യുന്നത്? ഇതൊക്കെയാണ് കാറുകാരനെ കൊണ്ടുള്ള അവസ്ഥകൾ. അതെന്തായിക്കോട്ടെ. പിന്നെ സുഹൃത്തുക്കളെ, നമസ്കാരമുണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസം, ഓണത്തിൻ്റെ ആശംസകൾ, തിരുവോണത്തിൻ്റെ ആശംസകൾ എല്ലാവരെയും അറിയിക്കുകയാണ്. ഇതിപ്പോൾ നമ്മുടെ നഗരത്തിൽ കാര്യമായിട്ട് തിരക്കൊന്നുമില്ല. ഇന്നലെയൊക്കെ പിടുത്തം വിട്ട ബ്ലോക്ക് ചെയ്യുന്നു. ഇന്നിപ്പോൾ കാര്യമായിട്ട് ആരുമില്ല. നമ്മുടെ സൈക്കിള് ചവിട്ടി പോകുന്ന 2 വ്യക്തികളുണ്ട്. ശരിക്കും ഓണം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും തിരുവോണം എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. കാരണം ഓണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഓണത്തിനോടേക്ക് തീരെ യോജിക്കാൻ കഴിയില്ല. കാരണം പണ്ടത്തെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ, പണ്ട് നമ്മുടെ വീട്ടിലേക്കാവും പോവുക, തറവാട്. അതായിരുന്നു ശരിക്കും ഓണം. അവിടെ നമ്മുടെ എല്ലാ കുടുംബത്തിലെ എല്ലാവരും ഒത്തുകൂടിയിട്ട് അന്ന് എന്താ പറയുക, ഊഞ്ഞാല് കെട്ടിയിട്ട് 2 റൗണ്ടാണ് ഒരാൾക്ക് പറഞ്ഞത്. ആ 2ാമത്തെ റൗണ്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആൾ ഊഞ്ഞാലാടണം. അത് കയറൊന്നുമല്ല കേട്ടോ. പഴയത് നമ്മുടെ പഴയ സാരി കറക്കി ചുരുട്ടി കെട്ടി കൂട്ടി ഈ വല്ല മൂച്ചയോ അല്ലെങ്കിൽ മാവിൻ്റെ പ്ലാവിൻ്റെ പുളിയുടെ നല്ല സ്ഥലങ്ങളിൽ ആരെങ്കിലും അച്ഛനോ ഇല്ലെങ്കിൽ മാമന്മാരോ കുട്ടേശന്മാരോ അവർ ഇല്ലെങ്കിൽ ചെക്കന്മാരോ, ഞാനൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ മാവിൻ്റെ മുകളിൽ. ചിലപ്പോൾ പുളിയെറുമ്പിൻ്റെ കടിയൊക്കെ കടിക്കും. എന്നാലും അത് ഒരു ആഘോഷമായിരുന്നു. പിന്നെ ഉച്ചയ്ക്കുള്ള ഊണ് ഒരു 1.5 ഊണായിരുന്നു അന്ന്. പിന്നെ കാരണന്മാർക്ക് വെച്ചു കൊടുക്കും പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചുപോയ നമ്മുടെ പഴയ ആളുകൾ ഉണ്ടാവുമല്ലോ, അവർക്ക് എന്താ കാറുകാരൻ ചെയ്യുന്നത്? ഇതൊക്കെയാണ് കാറുകാരനെ കൊണ്ടുള്ള അവസ്ഥകൾ. അതെന്തായിക്കോട്ടെ. പിന്നെ അപ്പോൾ അന്ന് അങ്ങനെയായിരുന്നു പിന്നെ ഓണാഘോഷിച്ചത്. ടി വിയിൽ നല്ല സിനിമ ഉണ്ടാവും. അത് 4 മണിക്കാവും സിനിമ. ആ 2 ദിവസം അന്ന് 2-3 ദിവസം അന്ന് തറവാട്ടിൽ നിൽക്കും. എല്ലാവരും നിൽക്കും കേട്ടോ, ഒരാൾ മാത്രമല്ല. പിന്നെ പാടത്തുകൂടെ പോയിട്ട് തുമ്പപ്പൂ പറിക്കും, തൊട്ടാവാടിപ്പൂ പറിക്കും. പിന്നെ അതേപോലെ കൊച്ചിപ്പൂ പറഞ്ഞൊരു പൂവുണ്ടായിരുന്നു, കൊച്ചിപ്പൂവ്. അതൊക്കെ പറിച്ച് പിന്നെ നല്ല രസമായിരുന്നു അത്. ഇന്നെന്താണ് ഓണം? ഇന്നെന്ത് ഓണമുള്ളത്? ഇന്നത്തെ ഓണത്തിൻ്റെ പ്രത്യേകത ഞാൻ പറയാം. അപ്പോൾ അന്ന് നല്ല രസമായിരുന്നു. ഇന്നത്തെ ഓണാഘോഷം എന്താണ്? ദാ പോണുണ്ടോ? ഇതൊക്കെ ആരെങ്കിലും ശരിക്ക് ആസ്വദിക്കുന്നുണ്ടോ നമ്മുടെ ഓണത്തിൻ്റെ ആഘോഷമായിട്ട്? ഇന്ന് കൂടുതൽ ആളുകളും ഓണാഘോഷിക്കുന്നത് എങ്ങനെയൊന്ന് ഞാൻ പറയട്ടെ. ആദ്യം ബീവറേജ് പോവും, നല്ല വില കൂടിയ 2-3 സാധനങ്ങൾ വാങ്ങും. പിന്നെ ഏതെങ്കിലും കാട്ടിൽ പോയിട്ട്, ഇല്ലെങ്കിൽ ആരും കാണാത്ത സ്ഥലത്ത് പോയിരുന്നിട്ട്, ഇല്ലെങ്കിൽ ലോഡ്ജിൽ പോവും. അവിടെ എവിടെയെങ്കിലും പോയിട്ടാവും ഇവരെ ഓണാഘോഷം. പിന്നെ ഉണ്ണേണ്ട നേരത്ത്, കഴിക്കേണ്ട നേരത്ത്, വിശപ്പുള്ള നേരത്ത് മാത്രം വരിക. അതും പകുതിയെ കഴിക്കുള്ളൂ, ഫുള്ളായിട്ടൊന്നും കഴിക്കില്ല. അതും കുറച്ച് നേരത്തെ ഒരു സന്തോഷം. പിന്നെ ഇവർ ഫോണിലാവും, ഫോണിൽ സംസാരിക്കില്ല കേട്ടോ. ഇപ്പോഴത്തെ കാലത്ത് പൊതുവെ ആരും സംസാരിക്കില്ല. പിന്നെ ബന്ധുക്കാരും കുടുംബക്കാരും എല്ലാവരും ഉണ്ടാവും. പക്ഷേ അതിനോടൊന്നും ഇവർക്ക് താല്പര്യം ഉണ്ടാവില്ല. സംസാരം, കമ്മ്യൂണിക്കേഷൻ പറ്റെ നിന്നുപോയി. ഇതാണ് ഇപ്പോഴത്തെ ലോകം. എന്താ ആരോടെ പറയാ? നമ്മൾ ആ ഓണത്തിൻ്റെ ആഘോഷമൊന്നും ഇനി ഒരിക്കലും വരില്ല, വരാൻ പോകുന്നുമില്ല കേട്ടോ. നമുക്ക് എന്താ വേണ്ടല്ലോ അറിയോ?